ആസിഫ് അലി വൈറലാക്കി കൊഞ്ച് കയറി മനസ്സിൽ കയറിയിട്ട് ഒരുപാട് കാലമായി. ഇന്ന് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് അടുത്ത കാര്യം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള കൊഞ്ചും കാര്യങ്ങളും വാങ്ങിച്ച് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട 2 ഷോർട്സിലും നമ്മൾ കൊഞ്ച് വാങ്ങാൻ പോയതിന്റെയും കൊഞ്ച് ക്ലീൻ ചെയ്തതിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ കൊഞ്ച് കറി പ്രിപ്പയർ ചെയ്യാൻ പോകാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയിൽ ചക്കക്കുരുവും കൊഞ്ചും ഇട്ട് വേവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തത്. നമുക്ക് മേടിച്ച ഇച്ചിരി വലിയ കൊഞ്ചാണ്. നിങ്ങൾക്ക് ശകലം ചെറിയ കൊഞ്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ചക്കക്കുരു ക്ലീൻ ചെയ്തു, അതോടൊപ്പം നമ്മൾ കൊഞ്ചു ഇട്ട് വേവിച്ചു. ശകലം വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഇപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ പച്ചമുളക് കീറിയതും ഇട്ട് നമുക്ക് ആദ്യം വേവിക്കാം. കാരണം എന്താ വെച്ചാൽ ചക്കക്കുരുവും കൊഞ്ചും ഇച്ചിരി വേവ് കൂടുതൽ, ബാക്കി ഐറ്റംസിനും അത്രയ്ക്ക് വേവ് വേണ്ട. അപ്പൊ ഇതിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ അതിന് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റീം കയറി നമ്മുടെ ചക്കക്കുരുവും കൊഞ്ചും ഒക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുന്നത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കണം. കാരണം എന്ന് വെച്ചാൽ മുരിങ്ങക്കോല് നമ്മൾ ആക്കിയിട്ടില്ല, അതോടൊപ്പം തന്നെ നമ്മൾ മാങ്ങ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. ഇപ്പൊ വേവിച്ച് നമ്മൾ കൊഞ്ചും ചക്കക്കുരു ഒക്കെ വെന്ത് നല്ല മണം വരുന്നത്. നമ്മൾ കൊഞ്ചിന്റെ ആ ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചക്കക്കുരുവിന്റെ ഒക്കെ വെന്ത് ഉടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു ഒന്ന് ഉടച്ച് സ്മാഷ് ചെയ്യാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ കിടക്കുന്ന അതിന്റെ ഭംഗി. നമ്മുടെ കൊഞ്ചുണ്ട്, വെന്തിട്ടും ആ സൈസ് ഒന്നും ചുരുങ്ങിയിട്ടില്ല, അത്യാവശ്യം വലിയ സൈസ് തന്നെ നമ്മൾ കൊഞ്ചിനുണ്ട്. ഇനി നമുക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോൽ ഇട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പൊ തന്നെ മുരിങ്ങാക്കോൽ വെന്തോളൂ. കാരണം വെച്ചാൽ നമ്മൾ മസാല അരപ്പൊഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതെല്ലാം വേവിക്കുന്നത്. അത് നമ്മൾ മുരിങ്ങാക്കോല് വെന്ത് വന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇട്ട്, ഈ ഇടയ്ക്ക് ബ്രേക്ക് വരുന്നത് പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരും, അതാണ് ആ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ പച്ച മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ അരപ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരച്ചേക്കുന്നത്. ഈ അരപ്പ് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു. അപ്പത്തേനും ഈ അരപ്പൊഴിക്കുന്ന നല്ല മണം വരും കേട്ടോ. അതിന് നമ്മള് മാങ്ങ ഇട്ടിട്ടുണ്ട്. മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇച്ചിരി പിഴിപുളിയോ തോടുപുളിയോ ഇട്ട് കൊടുത്താൽ മതി. അല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മൾ അരപ്പൊഴിച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണവും നമ്മൾ ഇടയ്ക്ക് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയായിരുന്നു. അപ്പത്തേനും നല്ല ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടോ. ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെയാണ്, ഞാൻ കറക്റ്റായിരുന്നു. അപ്പൊ ഇതിനകത്ത് കാണാം മാങ്ങ, മുരിങ്ങക്കോല്, ഇഞ്ചി, ചക്കുരു എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കുക, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് തളിച്ച് ഒഴിക്കാം. അപ്പൊ കടുക് തളിച്ച് എല്ലാവർക്കും അറിയില്ല, സിമ്പിൾ ആണ്. നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും പിന്നെ നമ്മൾ ഒറ്റമുളകും ഒന്ന് ചൂടാക്കി കടുക് തളിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഏകദേശം നമ്മളെ കറിയൊക്കെ തീർന്നു. ഇത് അപ്പാടെ എടുത്ത് കഴിക്കരുത്, ഇതൊന്നും ഒരു വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ആസിഫലി പറഞ്ഞ് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആ കോമ്പിനേഷനൊക്കെയാണ് നമ്മൾ കൂട്ടി കഴിച്ചതും. തൈര് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും, കാരണം ചിന്നു ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ട് നമുക്ക് തൈര് കൂട്ടാൻ പറ്റും. ബാക്കിയൊക്കെ റെസിപ്പി അല്ലെങ്കിൽ കോമ്പിനേഷൻ അങ്ങനെ തന്നെയാണ് കഴിച്ചത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി കറിയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ ഫ്രണ്ട്സ്.